TN ന്യൂസിലേക്ക് സ്വാഗതം. 2024 തിരശ്ശീല വീഴാനിരിക്കെ കേരളം കണ്ട പ്രധാന സംഭവങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. ആദ്യമായി കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് തന്നെ പറയാം. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് BJP സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന വർഷമായിരുന്നു. BJPക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞ വർഷം. തൃശൂരിൽ നിന്ന് ജനവിധി തേടിയ BJP സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി വിജയിച്ച് കേന്ദ്രമന്ത്രിസഭയിൽ ഇടം പിടിച്ചു. കൂടാതെ BJP നേതാവായ ജോർജ് കുര്യനും കേരളത്തിൽ നിന്ന് കേന്ദ്രമന്ത്രിസഭയിലെത്തി. എന്നാൽ LDFനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണയും പരാജയമായിരുന്നു. എന്നാൽ UDFന് 20-ൽ 18 സീറ്റും സമ്മാനിച്ച തിരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ്. 2024 ഏറ്റവും വിവാദമായ സംഭവമായിരുന്നു കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ തലേ ദിവസമാണ് കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം കത്തിപ്പടർന്നത്. ഇത് UDFനെ പ്രതിക്കൂട്ടിലാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വ്യാജ ആരോപണം കത്തിപ്പടർന്നിട്ടും വടകരയിൽ ഷാഫി പറമ്പിലിനെ തോൽപ്പിക്കാൻ KK ശൈലജയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. ഈ വർഷം തന്നെയാണ് പ്രിയങ്ക ഗാന്ധിയും വയനാട്ടിൽ അരങ്ങേറ്റം കുറിച്ചത്. നെഹ്റു ഗാന്ധി കുടുംബത്തിലെ മറ്റൊരംഗമായ പ്രിയങ്ക ഗാന്ധി വയനാട് ലോക്സഭ ഉപതെരഞ്ഞെടുപ്പിൽ 64.9% വോട്ട് ഷെയറിൽ വിജയിച്ചുകൊണ്ടാണ് അരങ്ങേറ്റം കുറിച്ചത്. രാഹുലിന്റെ 2024 ഭൂരിപക്ഷത്തെ പോലും പ്രിയങ്ക മറികടന്നിരുന്നു. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ വിജയം പ്രതീക്ഷിച്ചിരുന്നെങ്കിലും പരാജയത്തിനുമപ്പുറം വോട്ട് ചോർന്ന് ബലം കുറയുന്ന മുന്നണിയായി വയനാട്ടിൽ LDF മാറിയതും ശ്രദ്ധേയമായിരുന്നു. സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചാ വിഷയമായ കാര്യങ്ങളിൽ ഒന്നായിരുന്നു PV അൻവറിന്റെ വെളിപ്പെടുത്തലുകൾ. മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസിനും ADGP MR അജിത് കുമാറിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കുമെതിരെ ഗുരുതര ആരോപണങ്ങളാണ് PV അൻവർ ഉന്നയിച്ചത്. ഇത് മുഖ്യമന്ത്രി അടക്കം പ്രതിരോധത്തിലാക്കുകയും ചെയ്തിരുന്നു. ADGP MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട് വന്ന വിവാദങ്ങളും 2024 ഏറെ ശ്രദ്ധ നേടിയിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് എതിരെ യാതൊരു നടപടികളും സ്വീകരിക്കാത്തത് വലിയ രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തു. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിവാദം വന്നതും ഈ വർഷം തന്നെയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപാണ് തൃശൂർ പൂരം നടന്നത്. തിരഞ്ഞെടുപ്പിൽ NDA സഖ്യത്തിന്റെ വിജയം ഉറപ്പാക്കാൻ ആസൂത്രിതമായി നടന്ന അട്ടിമറി പ്രവർത്തനമാണ് പൂരം അലങ്കോലപ്പെടാൻ കാരണമെന്നാണ് ആരോപണം. OR കേളു മന്ത്രിസഭയിലെത്തിയ വർഷവും 2024 തന്നെയായിരുന്നു. ആലത്തൂരിൽ നിന്ന് രാധാകൃഷ്ണൻ ലോക്സഭയിൽ എത്തിയതോടെ ഒഴിവ് വന്ന മന്ത്രിസ്ഥാനം നേടിയെടുത്തത് മാനന്തവാടി MLA OR കേളുവായിരുന്നു. വയനാട് ജില്ലയിൽ നിന്നുള്ള CPMന്റെ ആദ്യ മന്ത്രിയാണ് അദ്ദേഹം. 2024 സംബന്ധിച്ചിടത്തോളം കുറെ നേതാക്കൾ പാർട്ടി മാറിയ വർഷം കൂടിയായിരുന്നു ഇത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് പത്മജ വേണുഗോപാൽ. പത്മജ BJPയിൽ ചേർന്നത് വലിയ ചർച്ചാ വിഷയമായിരുന്നു. സന്ദീപ് വാര്യർ BJP വിട്ട് കോൺഗ്രസിലേക്ക് എത്തിയത് അവഗണന ആരോപിച്ചായിരുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലെ അതൃപ്തി ചൂണ്ടിക്കാട്ടിയാണ് P സരിൻ LDFയിൽ എത്തിയത്. കൂടാതെ മറ്റു പ്രമുഖ നേതാക്കൾ BJPയിൽ ചേരുകയും ചിലർ BJP വിടുകയും ചെയ്തു. കൂടാതെ മിക്ക യുവ നേതാക്കളും മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറിയത് പാർട്ടികളെ പ്രതിരോധത്തിലാക്കാനും വഴിവെച്ചു. സമസ്ത ലീഗ് വിഷയവും ഏറെ ചർച്ചാ വിഷയമായിരുന്നു. CIC സംവിധാനങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നാണ് സമസ്തയിലെ പ്രശ്നങ്ങളുടെ തുടക്കം. സംസ്ഥയിൽ ചേരിതിരിവിനും കളമൊരുങ്ങി. പിണറായി മന്ത്രിസഭയിലെ NCP മന്ത്രിസ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമായിരുന്നു. മറ്റൊരു രാഷ്ട്രീയ വിഷയമായിരുന്നു അഡീഷണൽ ചീഫ് സെക്രട്ടറി ജയതിലകിനെ അവഹേളിച്ചതിന് N പ്രശാന്ത് സസ്പെൻഷനിലായ സംഭവം. പട്ടികജാതി വർഗ വിഭാഗക്കാരുടെ ക്ഷേമത്തിനും വിവിധ പദ്ധതികളുടെ നിർവഹണത്തിനുമായി രൂപീകരിച്ച ഉന്നതതല ഫയലുകൾ കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി അഡീഷണൽ സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് കൈമാറിയ റിപ്പോർട്ടായിരുന്നു ഇതിനെല്ലാം തുടക്കം കുറിച്ചത്. മലയാളികളുടെ മനസ്സിൽ എന്നും തീരാവേദനയായി മാറിയ ഒന്നായിരുന്നു നവീൻ ബാബുവിന്റെ മരണം. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യയുടെ അഴിമതി ആരോപണത്തിന് പിന്നാലെയാണ് ADM നവീൻ ബാബുവിനെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഇത് ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. 2024 കുറെ വേദനകൾ നൽകിയാണ് പടിയിറങ്ങുന്നത്. സാമൂഹ്യ, രാഷ്ട്രീയ, സാഹിത്യ, സിനിമാ മേഖലകളിലെ നിരവധി പേരാണ് ഈ വർഷം നമ്മളെ വിട്ടുപിരിഞ്ഞത്. മലയാളികളെ വായനയുടെ ലോകത്തേക്ക് കൈപിടിച്ചെത്തിച്ച MT വാസുദേവൻ നായർ, തന്റെ മാന്ത്രിക വിരലുകൾ തബലയിലൂടെ ലോകത്തെ അറിയിച്ച സംഗീതജ്ഞൻ ഉസ്താദ് സാക്കിർ ഹുസൈൻ, വ്യവസായിയായ രത്തൻ ടാറ്റ, CPM ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്ന സീതാറാം യെച്ചൂരി, നൊബേൽ സമ്മാന ജേതാവും ഡെമോക്രാറ്റിക് നേതാവുമായ ജിമ്മി കാട്ടൻ, MM ലോറൻസ്, മലയാള സിനിമയുടെ അമ്മമുഖമായ കവിയൂർ പൊന്നമ്മ, നടൻ കീരിക്കാടൻ ജോസ് തുടങ്ങി അവസാനമായി നമ്മളെ വിട്ടുപിരിഞ്ഞ മൻമോഹൻ സിംഗ് വരെ തീരാവേദനകൾ ബാക്കി വെച്ചാണ് മടങ്ങിയത്. ലോറി ഡ്രൈവർ അർജുന്റെ മരണവും വയനാട് ദുരന്തവും ഒരിക്കലും മറക്കാനാവാത്ത വേദനയായി എന്നും മലയാളികളുടെ മനസ്സിൽ നിലനിൽക്കും. തീരാവേദനകൾ മാത്രമല്ല, കുറെ നല്ല ഓർമ്മകളും 2024 നമുക്ക് നൽകിയിട്ടുണ്ട്. പുതിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി 2025 വരവേൽക്കാം.